ഹേ ഗൈസ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ആക്ച്വലി അതിൻ്റെ ഫുഡൊക്കെ തീർന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. സെർലാക്കും പിന്നെ ഒരു ഫുഡ് ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ഞാനും എൻ്റെ അനിയനും റിയാനും പിന്നെ ഉമ്മയും ഉപ്പയും അതിനുമാണ് പോകുന്നത്. പിന്നെ രുക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, ഏച്ചൂരാണുള്ളത്. പിന്നെന്താ, പിന്നെ ഉമ്മ ആക്ച്വലി ഞാനും റിയാനും വൈകുന്നേരം പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പിന്നെ ഉമ്മാക്ക് ബോറടിക്കുന്നത് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും മഗ്‌രിബിന് ശേഷം നിസ്കരിച്ചിട്ടൊക്കെ പോകാമെന്ന്. പിന്നെ ഉമ്മാക്ക് ഡിസ്കിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഉമ്മാക്ക് എന്തോ പുറത്ത് പോകാൻ ഭയങ്കര ആഗ്രഹം. അപ്പം നമ്മൾ വിചാരിച്ചു ഏതായാലും എന്നാൽ ഓക്കെ ഒപ്പരം പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോകാം കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് ഗ്രീൻസിലാണ്, ടൗൺ ഗ്രീൻസിലാണ്, ക്യാപിറ്റൽ മോൾ ഗ്രീൻസ് അല്ല, ടൗണിൽ ഗ്രീൻസിലാണ്. കാരണം സെർലാക്കൊക്കെ നമുക്ക് എന്താ മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു പൗഡർ അവൈലബിൾ ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ ആകുമ്പോൾ എല്ലാം നമുക്ക് കിട്ടും. നമ്മൾ പണ്ടേ ഇവിടെ വരുത്തുന്നുണ്ട്, പണ്ടേ നമ്മുടെ സാധനമൊക്കെ വാങ്ങൽ ഗ്രീൻസിൽ നിന്നാണ്. പിന്നെ ഇപ്പം കുറച്ച് കുറഞ്ഞു കേട്ടോ. ഇപ്പം നമ്മുടെ സിറ്റിയിൽ തന്നെയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങൽ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. പിന്നെ നമ്മളെ വീട്ടു സാധനത്തെങ്കിലും കനിനെങ്കിലും ഇവിടെ നിന്നും കൂടി വാങ്ങാമെന്നുള്ള രീതിയിലാണ് ഗ്രീൻസിലോട്ട് വന്നത്. അപ്പോൾ ഉമ്മാക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊരു ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. നമ്മളൊക്കെ ഒന്ന് തട്ടൊന്ന് ചുറ്റി ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് നമ്മളൊപ്പരം വരണം. എവിടെ എൻ്റെ ഉമ്മയായാലും പിന്നെ ഉക്കാൻ്റെ വീട്ടിൽ എല്ലാവരും എവിടെയെങ്കിലും പോകുമ്പോൾ അവൾക്ക് ഒന്നിച്ച് പോകണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ട്രോളിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബാസ്ക്കറ്റ് മാത്രമേ നമുക്ക് വേണ്ടിയിരുന്നുള്ളൂ. കാരണം 2-3 സാധനങ്ങൾ മാത്രം വാങ്ങാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യം നമ്മൾ കയ്യിൽ പിടിക്കുന്ന ബാസ്ക്കറ്റ് നോക്കി. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ട്രോളർ, മറ്റേ നമ്മൾ അടിയിൽ ടയറുള്ള ആ ഒരു സംഭവമില്ലേ, ആക്ച്വലി അത് എന്തോ ഇതിൽ ടയർ എന്തിനോ പ്രശ്നം ഉണ്ടായിരുന്നു, വലിക്കുമ്പോൾ ആ ബോക്സ് അടക്കം വരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു പൗഡർ സെക്ഷന്, ബേബി ഫുഡ്സിൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തം ഇങ്ങനെ നോക്കി. ഇവിടെ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ നടക്കുന്നത്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. മിക്ക പ്രൊഡക്ട്സിനും ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പോയത് സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഓഫേഴ്സിൻ്റെ ഓരോന്ന് 120, അങ്ങനെ 199, 296 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഓഫേഴ്സൊക്കെ ഇട്ടുകൊണ്ടിട്ടുണ്ടായിരുന്നു ഓരോ പ്രൊഡക്ട്സിന്. പിന്നെ ഞാൻ ആക്ച്വലി നമുക്ക് വേറെ പ്രൊഡക്റ്റൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൗഡർ നോക്കിയിട്ട് കുറേ നടന്നിട്ടോ, കുറേ അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചിട്ട് അങ്ങനെ അവർ പറഞ്ഞു ലൈക്ക് ആ ഒരു സെക്ഷനിലാണ് ഉള്ളത് എന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ എത്തി കേട്ടോ. കുറേ സെർച്ച് ചെയ്തിട്ട് ആക്ച്വലി ഇവിടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള ഫുഡുണ്ട്. ലൈക്ക് നമ്മുടെ മിൽക്കില്ലാത്ത കുറേ മദേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടുന്ന ഫുഡ്. പിന്നെ സെർലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡർ, പിന്നെ ഈ റാഗീൻ്റെ പൗഡർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സ്പ്രൗട്ടഡ് നട്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് മേലെ കണ്ടോ, എന്തൊക്കെയോ രീതിയിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് യമ്മി വാലീൻ്റെ ഒരു ബനാന പൗഡറാണ്. ബനാന പൗഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവക്ക് 6 months ആയ സമയത്ത് നമ്മുടെ റോ ബനാന കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടാണോ എന്താണെന്നറിയില്ല, അത് മൊത്തത്തിൽ അങ്ങനെ മോശമായിപ്പോയി. ഭയങ്കര സങ്കടമായി. നമ്മൾ അത്രയും ബനാന കട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്നോടല്ല, ഉമ്മാൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ലൈക്ക് ബനാന പൗഡർ കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അവൾക്ക് പൊടിച്ചു കൊടുത്തത്. മാഷാ അല്ലാഹ് അവൾക്കത് കുറച്ചൊരു
ഉപകാരപ്പെടുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, കുറച്ചൊക്കെ ഒരു വെയിറ്റ് ഗെയിൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബനാന പൗഡറിൻ്റെ ഇതൊക്കെ നോക്കിയ സമയത്ത് ബനാന പൗഡർ നമുക്കിങ്ങനെ നോർമലായിട്ട് ചൂടുവെള്ളത്തിൽ കുറുക്കി കൊടുക്കുന്ന പകരം അതിൻ്റെ അപ്പുറം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ അതിൻ്റെ ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാൻ കുറേ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. പിന്നെ അതിന് ശേഷം നമ്മുടെ മെയിൻ സെക്ഷനാണ് ലേസിൻ്റെ സെക്ഷൻ. പിന്നെ ഉമ്മ ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഓയിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഉമ്മ ഓയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷനാണ് ലേസിൻ്റെ സെക്ഷന്. അങ്ങനെ നമ്മൾ ലേസ് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, ഈ ഓറഞ്ച് ലേസ്, അതുപോലെ തന്നെ ചീറ്റോസിൻ്റെ ഈ ഓറഞ്ച്, പിന്നെ ഈ ഒരു കുർക്കുറിൻ്റെ ഓറഞ്ച്, എനിക്ക് ഈ ഓറഞ്ചിനോടാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഗ്രീൻ ലേസ് ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് ഓറഞ്ചാണ് കൂടുതലായിട്ട് ഇഷ്ടം. അങ്ങനെ ഞാൻ 2 ഗ്രീൻ ലേസും 2 ഓറഞ്ച് ലേസും, ഈ ഒരു പാക്കറ്റിന് 30 റുപ്പീസാണ്. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും അതിലില്ല. നമ്മൾ 4 വാങ്ങിയതിൽ 1 മാത്രമേ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. ബാക്കിയൊക്കെ പകുതി നമ്മുടെ 5 റുപ്പീസ് 10 റുപ്പീസിൻ്റെ ആ ലേസിൻ്റെ ആ ഒരു ഇതിൽ മാത്രം ലേസ് ഒക്കെ ഉള്ളു കേട്ടോ. ഭയങ്കര പറ്റിക്കലാണ് ഇതൊക്കെ. പിന്നെ അതിനും നമ്മൾ ലേസ് നോക്കി, അവർക്ക് ഈ ലേസ് ഇങ്ങനത്തൊക്കെ ഈ പാക്കറ്റ്സിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. നമ്മളിങ്ങനെ സൗണ്ട് ആക്കുമ്പോൾ അവർക്കത് പിടിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ കവറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ. അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനോട് പൗഡർ, പിന്നെ ഒരു ബിസ്ക്കറ്റും, പിന്നെ റിയാനി ഈ വേഫർ, അവന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. ഈ വേഫർ റോൾസ് അങ്ങനത്തെ സംഭവമൊക്കെ, അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോണട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ അതിനൂന് അവിടെ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ട്രോളിയിൽ ഇരുത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് അവിടെ വെറുതെ ഒരു ട്രോളി കണ്ടിട്ട് അങ്ങനെ ഉപ്പ അവളെ എടുത്ത് അതിൻ്റെ അടുത്ത് ഇരുത്തിയതാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ആ ട്രോളി. നമ്മൾ മുന്നേ ഒരു ഷോപ്പിങ്ങിന് പോയ സമയത്ത് അവളിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് ഉപ്പയും അതിനും ഇങ്ങനെ ട്രോളിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനും. പിന്നെ അങ്ങനെ അവിടുന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഇവിടുന്ന് നമുക്ക് കവറ് തരുമല്ലോ കേട്ടോ, നമ്മൾ തന്നെ കവറ് എടുക്കണം. ലൈക്ക് വീട്ടിൽ നിന്ന് എടുത്ത് വരണം, കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക്സ് ഒന്നും അവൈലബിൾ അല്ലല്ലോ അവിടെ. അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇത് റിയൽ ഹൈപ്പർ മാർക്കറ്റിലാണ് താഴത്തൊരു, കാരണം അവിടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക, കുറച്ച് സംഭവങ്ങൾ വാങ്ങാമെന്നുള്ള രീതിയിൽ പോയതാണ്. ഇവിടുത്തെ കമ്പാരിറ്റീവ്ലി അവിടെ കുറച്ച് വില കുറവുണ്ട് നമ്മുടെ വീട്ടു സാധനങ്ങൾക്കൊക്കെ. അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ലേറ്റായപ്പോൾ അവിടുത്തെ ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ. അപ്പോഴത്തേക്ക് അവിടുത്തെ സാധനമൊക്കെ തീർന്നു കേട്ടോ, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അവർ ഓഫറിന് വെച്ച സംഭവമൊക്കെ. അങ്ങനെ ഉപ്പ നമ്മുടെ തക്കാളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആക്ച്വലി കുറേ മുന്നേ അവർ എടുത്തിട്ടുണ്ടാവുമല്ലോ, മുന്നേ വേറെ കസ്റ്റമർ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം കുറച്ചേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്പാനെപ്പോട്ട് വേറെ 2 പേര് തക്കാളി എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നല്ലതില്ല കേട്ടോ, ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ടായി. അങ്ങനെ ഉള്ള കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ വന്ന്. പിന്നെ ഷുഗർ എടുത്തിട്ടുണ്ടായിരുന്നു, ഷുഗറിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡെറ്റോൾ അങ്ങനത്തൊക്കെ. അങ്ങനെ നമ്മളെ പേർച്ചേസൊക്കെ കഴിഞ്ഞു. ആക്ച്വലി അതിനൊരു 2 പൗഡർ വാങ്ങാൻ വന്നതായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മറന്നു പോയെങ്കിൽ അത് വാങ്ങും.
നോർമലാണല്ലോ. അങ്ങനെ നമ്മൾ നൈറ്റ് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സിറ്റിയിൽ നിന്ന് തന്നെയാണ് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയ കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് ഡേയ്സും കൂടിയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.